Good morning, dear all. ഇന്ന് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ജനറേറ്റേഴ്സ് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഡി സി മെഷീൻസ് രണ്ട് കാറ്റഗറിയാണുള്ളത്. ബേസ്ഡ് ഓൺ പവർ സപ്ലൈ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് we can classify the DC machines into motor and DC motor and DC generator. DC motor എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്തായിരിക്കും, ഇലക്ട്രിക്കലായിരിക്കും, ഔട്ട്പുട്ട് മെക്കാനിക്കലായിരിക്കും. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് മെക്കാനിക്കലും ഔട്ട്പുട്ട് ഇലക്ട്രിക്കലുമായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഡി സി ജനറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. മെയിനായിട്ട് ഡി സി ജനറേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആൻഡ് സെൽഫ് എക്സൈറ്റഡ്. എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ കണ്ടല്ലോ, ഇമ്പോർട്ടൻറ്റ് പാർട്സ് കണ്ടതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഫീൽഡ് സിസ്റ്റം. അപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഫീൽഡ് സിസ്റ്റവും വേണം, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറും വേണം. ഈ രണ്ട് കാര്യങ്ങൾ വേണം. ഇപ്പോൾ ഫീൽഡ് സിസ്റ്റം, ആ ഫീൽഡ് സിസ്റ്റത്തിനെ നമുക്ക് എങ്ങനെ ഫ്ലക്സ് ഉണ്ടാകണമെങ്കിൽ ആ ഫീൽഡ് സിസ്റ്റത്തിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യണം. അതായത് ഫീൽഡ് കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യണം, അതിനെയാണ് എക്സൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇങ്ങനെ എക്സൈറ്റ് ചെയ്യുന്ന വിധത്തെ ആശ്രയിച്ച് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. സെപ്പറേറ്റ്ലി ആൻഡ് സെൽഫ് എക്സൈറ്റഡ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആൻഡ് സെൽഫ് എക്സൈറ്റഡ്. ഓക്കെ. സോ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീൽഡ് സിസ്റ്റത്തിനെ സെപ്പറേറ്റ് ഒരു ഡി സി സോഴ്സ് വെച്ച് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നു. സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓൾറെഡി ഒരു റെസിഡുവൽ ഫ്ലക്സ് ഉണ്ടായിരിക്കും ആ കോറിൽ. ആ ഫ്ലക്സ് ഉപയോഗിച്ച് അത് ജസ്റ്റ് ബിൽഡപ്പ് ചെയ്ത് തുടങ്ങി ഗ്രാജ്വലി ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പം കൂടുതൽ EMF ഇൻഡ്യൂസ് ആവും. അപ്പോൾ കൂടുതൽ കറണ്ട് വരും. അങ്ങനെ മ്യൂച്വലി കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിക്ക് ആർമേച്ചറും ഫീൽഡും പ്രവർത്തിച്ച് അത് ഫുള്ളായിട്ട് ബിൽഡപ്പ് ചെയ്യും. ആ ഒരു സംഭവത്തിനാണ് നമ്മൾ വോൾട്ടേജ് ബിൽഡപ്പ് എന്ന് പറയുക. ഇപ്പോൾ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീൽഡ് ആർ ദോസ് ഹൂസ് ഫീൽഡ് മാഗ്നറ്റ്സ് ആർ എനർജൈസ്ഡ് ബൈ ദ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ജനറേറ്റർ ദംസെൽസ്. ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ നിന്നുണ്ടാകുന്ന കറണ്ട് കൊണ്ട് തന്നെ സെൽഫായിട്ട് എക്സൈറ്റ് ചെയ്യുക. സെൽഫായിട്ട് കറണ്ട് എവിടെ നിന്ന് കിട്ടും? ആർമേച്ചറിൽ നിന്ന് മാത്രമേ കിട്ടാൻ വഴിയുള്ളൂ. സോ ആ ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ നിന്നുള്ള കറണ്ട് കൊണ്ട് തന്നെ എക്സൈറ്റ് ചെയ്യപ്പെടുന്ന ടൈപ്പ് ജനറേറ്ററിനെയാണ് സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് പറയുന്നത്. സോ ദോസ് ജനറേറ്റേഴ്സ് വിച്ച് ആർ എക്സൈറ്റഡ് ബൈ ദ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദംസെൽസ് എന്നാണ്. അപ്പോൾ അതിന് കറണ്ട് പ്രൊഡ്യൂസ്, ഇപ്പോൾ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുമ്പോൾ നാച്ചുറലി കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ആ കറണ്ട് ഫീൽഡിലേക്ക് ഫ്ലോ ചെയ്യുകയും ആ കറണ്ടിൻ്റെ ഒരു പോർഷൻ ഫീൽഡിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഫീൽഡ് കൂടുതൽ എക്സൈറ്റ് ചെയ്യും. ഫീൽഡ് കൂടുതൽ എക്സൈറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി ആർമേച്ചറിൽ കൂടുതൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ വീണ്ടും കൂടുതൽ കറണ്ട് ഫീൽഡിലേക്ക് വരും. അങ്ങനെ സോ അത് മാക്സിമം വോൾട്ടേജ് എത്തുമ്പോഴത്തേക്കും ഫീൽഡ് മാക്സിമം എക്സൈറ്റഡ് ആയിരിക്കും. ഓക്കെ. ഇനി സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റേഴ്സിനെ 3 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതെങ്ങനെയാണ് ഫീൽഡും ആർമേച്ചറുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് സെൽഫ് എക്സൈറ്റഡിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? ഫീൽഡ് വൈൻഡിങ് ആർമേച്ചറുമായിട്ട് പാരലലായിട്ട് കണക്ട് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഒരു സീരീസ് പാരലൽ കോമ്പിനേഷൻ ഉണ്ട്, അങ്ങനെ കണക്ട് ചെയ്യപ്പെടാം. ഇവിടെ കണ്ടല്ലോ ഈ ഫസ്റ്റ് ഫിഗറിൽ ഇതാണ് ആർമേച്ചർ. DC ജനറേറ്ററിൻ്റെ ആർമേച്ചറിൻ്റെ സിമ്പൽ ഇതാണ്. ഇങ്ങനെ ഒരു സർക്കിൾ ഇട്ടിട്ട് അപ്പുറം ഇപ്പുറം 2 ബ്രഷ് വരയ്ക്കുക, പോസിറ്റീവ് ബ്രഷ്, നെഗറ്റീവ് ബ്രഷ്. അതാണ് എപ്പോഴും ഒരു DC ജനറേറ്റർ അല്ലെങ്കിൽ മോട്ടറിൻ്റെ സിമ്പൽ ഇതാണ്. അപ്പോൾ DC ജനറേറ്റർ അല്ലെങ്കിൽ മോട്ടർ കാണിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ട 2 പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ആർമേച്ചറും പിന്നെ ഒന്ന് ഈ വൈൻഡിങ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ വൈൻഡിങ്, അതാണ് ഫീൽഡ് വൈൻഡിങ്. അങ്ങനെ ഈ 2 കാര്യങ്ങളാണ് നിങ്ങളൊരു സർക്യൂട്ടായിട്ട് ഈ മെഷീനെ റെപ്രസെൻ്റ് ചെയ്യുമ്പം കാണിക്കേണ്ടത്. അതായത് ഈ ആർമേച്ചർ സിസ്റ്റം അതാണ് ഇങ്ങനെ ഈ സർക്കിൾ ഇട്ടിട്ട് 2 ബ്രഷ് അപ്പുറം ഇപ്പുറം വയ്ക്കുക, പ്ലസ് മൈനസ്. സോ ഈ ആർമേച്ചർ സിസ്റ്റവും പിന്നെ ഫീൽഡ് സിസ്റ്റവും കാണിക്കുക. ഫീൽഡ് സിസ്റ്റത്തെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ ഫീൽഡ് വൈൻഡിങ്, അല്ലാതെ പോൾ കോറ്, പോൾ ഷൂ, പോൾ ഫേസ് അതൊന്നും നമുക്ക് സർക്യൂട്ടിൽ കാണിക്കാൻ പറ്റില്ല. സോ സർക്യൂട്ടിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന വൈൻഡിങ് ആണ്. സോ ഫീൽഡ് വൈൻഡിങ്. സോ ഇവിടെ കണ്ടോ ഈ ആർമേച്ചറും ഫീൽഡുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഫീൽഡിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ DC കൊണ്ട് എക്സൈറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഒരു DC സോഴ്സിൽ നിന്നും ഒരു വേരിയബിൾ റെസിസ്റ്റർ വെച്ചിട്ട് ആവശ്യമുള്ള കറണ്ട് സെൻഡ് ചെയ്ത് ഫീൽഡിനെ എക്സൈറ്റ് ചെയ്യുന്നു. ആർമേച്ചർ കണ്ടക്ടേഴ്സ് നാച്ചുറലി ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സുമായിട്ട് ലിങ്ക് ചെയ്ത് അതിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. സർക്യൂട്ട് ഇപ്പോൾ ലോഡ് വെച്ച് സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ ലോഡിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. സോ ഇതാണ് കേസ് 1, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്.
ഇനി ഫിഗർ 26.42 കണ്ടാൽ അതാണ് സെൽഫ് എക്സൈറ്റഡ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൽ ഫീൽഡും ആർമേച്ചറുമായിട്ട് കണക്ഷനേ ഇല്ല, ഒരു ട്രാൻസ്ഫോമർ പോലെ, ഫീൽഡ് പ്രത്യേകം ആർമേച്ചർ പ്രത്യേകം. സെൽഫ് എക്സൈറ്റഡ് ആണെങ്കിൽ ഫീൽഡ് ആർമേച്ചറുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. എങ്ങനെയൊക്കെ കണക്റ്റഡ് ആകാം? സീരീസ് ആയിട്ട് കണക്റ്റഡ് ആകാം, ഷണ്ടായിട്ട്, ഷണ്ട് മീൻസ് പാരലൽ ആയിട്ട് കണക്റ്റ് ആകാം, പിന്നെ ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. സോ ആദ്യം ഈ 26.42 ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്നത് ഇത് ആർമേച്ചർ ആണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ. ആർമേച്ചർ അതുമായിട്ട് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കും ഷണ്ട് ഫീൽഡ്, പിന്നെ ആർമേച്ചറിന് അക്രോസ് ആയിട്ട് ലോഡും ഉണ്ട്. സോ ആദ്യം ഈ ഫീൽഡിൽ നേരത്തെ മാഗ്നറ്റൈസ് ആയിരുന്ന ഫീൽഡ് ആയതുകൊണ്ട് കുറച്ച് മാഗ്നറ്റിസം അതിനകത്ത് കാണും. ആ ഫ്ലക്സ് ഈ റൊട്ടേറ്റിംഗ് കണ്ടക്ടേഴ്സിൽ ലിങ്ക് ആകുമ്പോഴത്തേക്കും ആ കണ്ടക്ടേഴ്സിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ EMF ഇൻഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നാച്ചുറലി കറണ്ട് ഫ്ലോ ചെയ്തിട്ട് ഫീൽഡ് കറണ്ട് ISH തിരിച്ചിങ്ങോട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ ഫീൽഡിൽ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഫീൽഡ് കൂടുതൽ എക്സൈറ്റ് ആയി, കൂടുതൽ ഫ്ലക്സ് വീണ്ടും ആർമേച്ചറുമായിട്ട് ലിങ്ക് ആവും. അപ്പോൾ വീണ്ടും ആർമേച്ചറിൽ കൂടുതൽ EMF ഉണ്ടാവും, കൂടുതൽ കറണ്ട് ഉണ്ടാവും. സോ അങ്ങനെ മ്യൂച്വലി കോംപ്ലിമെൻറ്റ് ചെയ്ത് ആണ് ഇവിടെ എക്സൈറ്റേഷൻ സംഭവിക്കുന്നത്. സോ this is how a shunt generator works. So in a shunt generator, the shunt field winding is connected parallel to the armature. ഈ സീരീസ് ഫീൽഡ് ആണെങ്കിലോ നമുക്ക് ഈ ആർമേച്ചർ ടെർമിനൽസിനെ എപ്പോഴും A1 A2 എന്ന് നിങ്ങൾക്ക് കാണിക്കാം. സോ A1 A2 വിൽ ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഫീൽഡ് ടെർമിനൽസിനെ F1 F2 എന്നും കാണിക്കാം. So A1 A2 is in series with F1 F2, that is in series with the load. So this is the circuit of a series generator. This is circuit of a shunt generator. This one separately excited generator because field is separate from the armature. സോ അപ്പോൾ ഒന്നുകൂടെ പറയാം, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറയാൻ പേര് പറയും പോലെ സെപ്പറേറ്റ് ആണ്. എന്തൊക്കെ മെയിനായിട്ടുള്ള രണ്ട് പാർട്സ് സെപ്പറേറ്റ് ആണ്. ആർമേച്ചർ ആൻഡ് ഫീൽഡ് ബോത്ത് ആർ സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ. സെൽഫ് എക്സൈറ്റഡ് മീൻസ് field is connected to the armature. In 3 different ways it can be connected: parallel, series and series parallel. ഓക്കെ, അപ്പോൾ ആ മൂന്നാമത്തെ കോമ്പിനേഷനാണ് സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യാന്ന് പറയില്ലേ, അതാണ് ഇവിടെ കാണുന്നത്. ഇത് നോക്കൂ, ഇത്രയും പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഷണ്ട് ജനറേറ്ററാണ്, ഷണ്ട് മെഷീനാണ്. ഇപ്പോൾ ജനറേറ്റർ എന്നോ മോട്ടറെന്നോ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഷണ്ട് മെഷീൻ എന്ന് പറയാം. അപ്പോൾ ഈ പാരലൽ പാർട്ട് കഴിഞ്ഞിട്ടാണ് സീരീസ് വരുന്നത്. അപ്പോൾ സീരീസ് ഫീൽഡ് ഇവിടെ ഈ ഷണ്ട് ഫീൽഡിൻ്റെ വെളിയിലാണ് വരുന്നത്. സോ ഇത് ഷോർട്ട് ഷണ്ട് കണക്ഷൻ എന്ന് പറയും. ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ ഷണ്ട് ഫീൽഡ് പാരലൽ ടു ബോത്ത് സീരീസ് ഫീൽഡ് ആൻഡ് ആർമേച്ചർ. അപ്പോൾ സീരീസ് ഫീൽഡിനും ആർമേച്ചറിനും കൂടി പാരലലായിട്ടാണ് ഈ ഷണ്ട് ഫീൽഡ് വരുന്നത്. അപ്പോൾ സീരീസ് ഫീൽഡും കൂടി ഈ ഷണ്ട് ഫീൽഡിനകത്ത് ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ പാരലലായിട്ട് നോക്കുമ്പോൾ. So this type of connection is called a long shunt connection. So self-excited generator are of three types, that is shunt generator, series generator and compound generator. Compound generator classification ആണ് this first one. Figure A short shunt, figure B long shunt. ഇവിടെ ക്ലാസിഫിക്കേഷൻ ഒരു ഫിഗർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്താണ്? DC generators can be classified into separately excited and self-excited. Separately excited, there is no connection between armature and field. Self-excited, there are 3 types of connection between the armature and field. One is series, one is shunt, and other is compound. In compound, you have 2 types of classification, that is short shunt and long shunt. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് ഒരു ജനറേറ്റർ. ഇപ്പോൾ DC ജനറേറ്റർ ആണെങ്കിൽ DC ജനറേറ്ററിനെ നമ്മൾ ആദ്യം മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുത്തു, അതായത് ഒരു മോട്ടർ ഉപയോഗിച്ച് എൻ്റെ ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആർമേച്ചർ ഫീൽഡ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലിരുന്നാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ, ഫ്ലക്സിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഫ്ലക്സിൽ റൊട്ടേറ്റ് ചെയ്യുമ്പം കണ്ടക്ടേഴ്സ് എല്ലാം ഫ്ലക്സിനെ കട്ട് ചെയ്യുകയാണ്. സോ കണ്ടക്ടേഴ്സിൽ എന്തുണ്ടാവും? EMF ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഇനി ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. So when the armature conductors rotate in a magnetic field, what happens? EMF will be induced. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചിട്ടുള്ള ഫാരഡേസ് ലോ തന്നെയാണ്. സോ EMF is induced in the conductors as per Faraday's law of electromagnetic induction. That is, whenever a conductor is associated with change in magnetic flux, EMF will be induced in it.
അത് ഡിറൈവ് ചെയ്യാൻ നമുക്ക് എത്ര ഫ്ലക്സ് ഉണ്ട്, എത്ര കണ്ടക്ടറാണ് ഈ ഫ്ലക്സിനെ കട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്, അത് എത്ര ടൈമിലാണ് കട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇൻഡ്യൂസ് ഡി എം എഫിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇൻഡ്യൂസ് ഡി എം എഫ് ഇൻ എ കണ്ടക്ടർ ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു d∅/dt. ആ കണ്ടക്ടറിന് എത്രയാണ് ഫ്ലക്സിനുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, അതിനനുസരിച്ചുള്ള ഇ എം എഫ് ആയിരിക്കും ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊരു കണ്ടക്ടർ ആണെങ്കിലും അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്തിൻ്റെ പ്രൊപ്പോർഷണലായിരിക്കും? അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. സോ ഫൈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. ഫൈ ഇസ് ഫ്ലക്സ് പെർ പോൾ. അതായത് ഇപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് മെഷീൻ, ജനറേറ്റർ ആയാലും മോട്ടോർ ആയാലും, അതിന് എത്ര പോളുണ്ട്, ഒരു പോളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഫ്ലക്സ് എത്ര. അപ്പോൾ ഇവിടെ ഫൈ ആണ് ഫ്ലക്സ് പെർ പോൾ. ഒരു പോളിൽ നിന്ന് വരുന്ന ഫ്ലക്സ് എത്രയാണ്? ഫൈ. സോ നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ പോൾ ആണ്. ഇനി ഇസഡ്, എത്ര കണ്ടക്ടേഴ്സാണ് ഈ ഫ്ലക്സ് പെർ പോൾ ഇത്രയും ഫ്ലക്സിനെ കട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്? കാരണം ഒരു കണ്ടക്ടറിൽ എത്ര ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഇസഡ് കണ്ടക്ടേഴ്സിൽ എത്ര ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും? അതല്ലേ ടോട്ടൽ ഇ എം എഫ്. അതിന് വേണ്ടിയിട്ടാണ് ഇസഡ്. ഇസഡ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ്. ദെൻ അടുത്ത് പി. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പോൾസ്. എ എന്താണ്? നമ്പർ ഓഫ് ആർമേച്ചർ പാരലൽ പാത്ത്. എൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് റൊട്ടേഷൻ, ദാറ്റ് ഈസ് റവല്യൂഷൻസ് പെർ മിനിറ്റ്. അതായത് ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്സിൽ എൻ റവല്യൂഷനാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര റവല്യൂഷൻ ആയിരിക്കും? ഒരു സെക്കൻഡിൽ 60 സെക്കൻഡ്. സോ 60/n. In 1 second, how many revolutions? 60/n. Then the induced EMF EG, അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. EMF induced in one conductor is equal to d∅/dt. ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? d∅/dt. d∅, ആ ഒരു കണ്ടക്ടർ എത്ര ഫ്ലക്സിനെ ലിങ്ക് ചെയ്യുന്നു. ആ ഒരു കണ്ടക്ടർ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ഫ്ലക്സിനെ ലിങ്ക് ചെയ്യും? ഈ എത്ര പോളുണ്ടോ അത്രയും പോളിനെയും കട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കണ്ടക്ടർ കറങ്ങുന്നത്, അല്ലേ? സോ ഒറ്റ റെവല്യൂഷനിൽ അത് എല്ലാ പോളിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നു. ഒരു ഫ്ലക്സിൽ നിന്നുണ്ടാകുന്ന ഫീൽഡ് എത്രയാണ്? ഫൈ. സോ പി പോളിൽ നിന്നുണ്ടാകുന്ന ഫ്ലക്സ് എത്രയാണ്? p∅. സോ ഒരു കണ്ടക്ടർ കട്ട് ചെയ്യുന്ന ഫ്ലക്സ്, ഒരു റെവല്യൂഷൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്യുന്ന ഫ്ലക്സ് d∅ എന്നാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ p∅ ആണ്. കാരണം ഒരു പോളിൽ നിന്ന് 5 ഫ്ലക്സ് ആണ്. അപ്പോൾ പി പോളിൽ നിന്ന് p∅ ഫ്ലക്സ്. ഇനി നമ്പർ ഓഫ് റവല്യൂഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര റവല്യൂഷൻ? അതായത് 60 സെക്കൻഡ്സിലാണ് ഈ n റവല്യൂഷൻ. സോ ഒരു സെക്കൻഡിൽ n/60. ടൈം ഫോർ 1 റവല്യൂഷൻ എത്ര? 60/n. So EMF induced is equal to is proportional to d∅/dt. d∅ക്ക് പകരം p∅ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, dt-ക്ക് പകരം 60/n എന്ന് ഇടുക. സോ p∅n/60 എന്ന് നമുക്ക് കിട്ടി. ഇതിപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇസഡ് കണ്ടക്ടറിൽ എന്തായിരിക്കും? p∅n/60 ഇൻറ്റു ഇസഡ്. അപ്പോൾ നമുക്ക് ഒരു പാരലൽ പാത്തിലെ കാര്യം അറിഞ്ഞാൽ മതി. സോ p∅n/60 into z divided by a. That is the EMF generated per parallel path. z/a. ഇപ്പോൾ വേവ് വൗണ്ടിനാണെങ്കിൽ a equal to 2. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. p∅n/60 into z/2. ലാപ്പ് വൗണ്ടിനാണെങ്കിൽ p∅n/60 into z/a. സോ അതാണ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ. ഒന്നുകൂടെ പറയാം. ഇൻഡ്യൂസ്ഡ് EMF is as per Faraday's law. EMF induced in one conductor is directly proportional to d∅/dt. d∅ equal to p into phi, where phi is flux per pole, p is the total number of poles, z is the total number of conductors, n is the RPM. So d∅ is equal to p∅. dt is equal to 60/n. So EMF induced is proportional to d∅/dt. So substituting we will get p∅n/60. p∅n/60. So for total Z conductors, that into Z. So per parallel path, that divided by A. So p∅n/60 into Z/A. So that is the
ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത പ്രോബ്ലം ചോദിക്കാറുണ്ട്. നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം. എ 4-pole generator having wave wound armature has 51 slots, each containing 20 conductors. What will be the voltage generated in the machine when driven at 1500 RPM, assuming the flux per pole to be 7 milliweber? നമുക്ക് മോട്ടറായാലും ജനറേറ്റർ ആയാലും അതിൻ്റെ ആർമേച്ചർ കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ ഇക്വേഷൻ എന്താണ്? P5N/60 ഇൻറ്റു Z/A. മോട്ടർ ആണെങ്കിൽ അതിനെ ബാക്ക് EMF EB എന്ന് പറയും. ജനറേറ്റർ ആണെങ്കിൽ അതിനെ ജനറേറ്റഡ് EMF EG എന്ന നൊട്ടേഷൻ കാണിക്കും. ഞാൻ കണ്ടിട്ടുള്ളത് കുട്ടികൾ പലർക്കും ഇത് രണ്ടും ഒന്നാണ്. ഈ ആർമേച്ചർ കണ്ടക്ടർ കറങ്ങുമ്പോൾ ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നത് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ് ഇത് രണ്ടും എന്നുള്ള ഒരു ഡിഫറൻസ് അവർ റിയലൈസ് ചെയ്യുന്നില്ല. മോട്ടറാണെങ്കിൽ എന്തോ ഒരു EMF, ജനറേറ്ററിന് വേറൊരു EMF, അങ്ങനെയൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയല്ല, ഏതാണെങ്കിലും എന്താണ് കോർ കൺസെപ്റ്റ് സെയിം ആണ്. ആർമേച്ചറിൻ്റെ ഉള്ളിലുള്ള കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ആണ് രണ്ടും. ജനറേറ്ററിലാണെങ്കിലും മോട്ടറിലാണെങ്കിലും ഇൻഡ്യൂസ്ഡ് EMF ആണ്. ആ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ അങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് d∅dt. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു d∅dt. സോ ഫോർ Z കണ്ടക്ടർ Z ഇൻറ്റു d∅dt. സോ പെർ പാരലൽ പാത്ത് ഡിവൈഡഡ് ബൈ A, അത്രയേ ഉള്ളൂ. സോ P5 ഡിവൈഡഡ് ബൈ 60/N ഇൻറ്റു Z/A. അപ്പോൾ ഇവിടെ ജനറേറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജനറേറ്ററിലെ ഇൻഡ്യൂസ്ഡ് EMFനെ എന്താ കാണിക്കുക? EG. Z5N/60 ഇൻറ്റു P/A. ഫൈ എത്രയാണ്? 5 is 7 milliweber. മില്ലി ആയതുകൊണ്ട് ഇൻറ്റു 10⁻³ ചെയ്തതാണ് SI യൂണിറ്റിലാവുള്ളൂ. Z ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എത്ര? 51 സ്ലോട്ട് ഉണ്ട്. ഒരു സ്ലോട്ടിൽ 20 കണ്ടക്ടർ ഉണ്ട്. സോ ഈ 51 സ്ലോട്ടിലും കൂടി എത്ര കണ്ടക്ടർ ഉണ്ട്? 51 ഇൻറ്റു 20. സോ Z കിട്ടി. ഇനി A എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത്. അപ്പോൾ ഉടനെ നോക്കേണ്ട ഏത് രീതിയിലുള്ള വൈൻഡിങ് ആണ്, ലാപ്പ് വൗണ്ട് ഓർ വേവ് വൗണ്ട്? വേവ്. സോ A ഈക്വൽ ടു വേവ് വൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. വേവ് വൗണ്ട് ആയതുകൊണ്ട് A ഈക്വൽ ടു 2 ആണ്. A ഈക്വൽ ടു 2. P 4 ആണ്. ഓക്കെ. സോ ഇവിടെ പ്രോബ്ലം ചെയ്തിരിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ ഒരു കാൽക്കുലേഷൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. സോ P5N/60 ഇൻറ്റു or Z5N/60 ഇൻറ്റു P/A. P is 4, A is 2. സോ 178.5 വോൾട്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇത്തരം പ്രോബ്ലവും നിങ്ങൾക്ക് ചോദിക്കും. വളരെ ഈസിയാണ്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ആർമേച്ചർ. അതിപ്പോൾ നിങ്ങൾക്ക് മോട്ടറിൻ്റെ മോഡ്യൂളിലാണെങ്കിലും ജനറേറ്ററിൻ്റെ മോഡ്യൂളിലാണെങ്കിലും ഈ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ സെയിം ആണ്. ജനറേറ്റർ ആണെങ്കിൽ അതിനെ EG എന്ന് പറയും, മോട്ടർ ആണെങ്കിൽ അതിനെ ബാക്ക് EMF എന്ന് പറയും. നമുക്ക് ആ മോഡ്യൂളിൽ കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കാം. സോ EB ഈസ് ഈക്വൽ ടു P5N/60 ഇൻറ്റു Z/A. EG ഈസ് ഓൾസോ ദ സെയിം. ഇവിടെ കണ്ടക്ടർ ആദ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആദ്യമേ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും എന്നുള്ളതാണ് ജനറേറ്ററിൻ്റെ കൺസെപ്റ്റ്. സോ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ എന്താണ്? ഒന്നും അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും കാണാതെ പഠിക്കുക. Z5N/60 ഇൻറ്റു P/A. Z5N/60 ഇൻറ്റു P/A. ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് പെർ പോളാണ്. Z ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. N RPM ആണ്, റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. P ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് ആണ്. A പാരലൽ പാത്ത് ആണ്. വേവ് വൗണ്ട് മെഷീന് A2 ആണ്. ലാപ്പ് വൗണ്ട് മെഷീന് A ഈക്വൽ ടു P ആണ്. So thank you all for listening. We'll come with another video in shortly.